അല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ്. ചൂടൊക്കെ അല്ലേ, കണ്ണും കാണാനും പറ്റില്ല കൊണ്ടാണ്. എവിടെ നോക്കാനാ? നാളെ ഈ സമയത്ത് റിസൾട്ട് അല്ലേ? തൻ്റെ അഭിപ്രായത്തിലേ ഭരണം ആർക്കായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടോ? എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ക്രിഞ്ചായി പോകും. താൻ പറയണ ക്രിഞ്ചാണ്, എന്നാലും കുഴപ്പമില്ല, പറ. വേറെ ഒന്നല്ലടോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ എനിക്ക് തോന്നണേണ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. ഭരണമാറ്റം വന്നില്ലെന്നുണ്ടെങ്കിൽ അതിപ്പോഴുള്ള രണ്ട് മുന്നണികൾക്കും വൻ പണിയാകുമോ എന്നൊരു ഡൗട്ടുണ്ട്. അങ്ങനൊരു ടോക്ക് പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ തോന്നണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭരണം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ പ്രതിപക്ഷത്തുള്ള പാർട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനവും 4 വഴിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഭരണ തുടർച്ച കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, എന്താണ് പറയുക, ഭരണവിരുദ്ധ വികാരം 15 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഭരിച്ചു കഴിയുമ്പോൾ വരുന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ആന്റി ഇൻകംബൻസി എന്നുള്ള സാധനം അതിന്റെ പീക്കിലേക്ക് പോകട്ടെ. സിമ്പിളായിട്ട് പറയാൻ പറ്റും. മനസ്സിലായില്ലേ? അത് വേറൊന്നുമല്ല, ഇപ്പം ഭരണ തുടർച്ച കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓൾറെഡി 10 വർഷം കഴിഞ്ഞു, ഇനി ഒരു 5 വർഷം കൂടി കഴിയാനായിട്ട് നമുക്കൊരു മടുപ്പുണ്ടല്ലോ. അതിപ്പോ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ആ ഒരു മടുപ്പ് വരും. ഇപ്പൊ തന്നെ 10 വർഷമായപ്പോ തന്നെ ഒരു കാര്യമില്ലാത്ത മടുപ്പ് പല ഭാഗത്തു നിന്നും കേൾക്കുന്നുണ്ട്. അതുപോലത്തെ തന്നെ ഒരു സംഭവം വരും. ഇനിയിപ്പോൾ അത് വന്നില്ലെങ്കിൽ തന്നെ മാപ്പറകൾ നന്നായിട്ട് പണിയെടുത്ത് അത് കൊണ്ടുവരികയും ചെയ്യും. നമ്മളുടെ സാധനം കിട്ടിയണ്ട കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറെ ലെവലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഭരണ തുടർച്ച കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടിയിൽ പലരും പല വഴിക്ക് പോവും. അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ സംഭവിക്കാൻ പോണ അറിയാലോ, പിന്നെ വരാൻ പോണ പാർട്ടി ഏതാണെന്ന് അറിയാലോ, പിന്നെ വരാൻ പോണ ടീം ഏതാണെന്ന് അറിയാലോ.